ഹായ് ഹലോ. ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെ കണിയൊരുക്കുകയെന്ന് ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വലിയ ഞങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ, വലിയ വലിയ ഗംഭീര കണി വയ്ക്കലൊന്നുമല്ല. അപ്പം എന്നാൽ കൂടിയും ആദ്യം കണി വയ്ക്കാനുള്ള സ്ഥലം നോക്കി കൃത്യമായിട്ട് അവിടെ ക്ലീൻ ഒക്കെ ചെയ്തിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വള്ളി കെട്ടി. അപ്പോൾ അതിന് ചുറ്റും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന പൂക്കൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ബാക്കിൽ കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിട്ട് അങ്ങനെ ഒരു പീഠത്തിൽ തുണിയിട്ടിട്ട് കൃഷ്ണനെ വെച്ചു. അത് കൃത്യമായിട്ടത് വെച്ചതിന് ശേഷം തുളസിമാല ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തുളസിയും ചെത്തി മൂടിയിട്ടുള്ള മാല, പിന്നെ മയിൽപ്പീലി വെച്ച് കൊടുത്തു. കൃഷ്ണൻ്റെ മയിൽപ്പീലി പിന്നിൽ അതേപോലെ മാല ഇട്ട് കൊടുത്തു. മാല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചെത്തിയും തുളസിയും പൊട്ടിച്ച് മാല സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവുടയാടയാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല തിരുവുടയാട. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന പോലെ ഞങ്ങൾ കണിക്കൊന്ന ഒരു 11-ാം തീയതി പറിച്ചതാണ്. കാരണം എല്ലാവരുടെയും കണിക്കൊന്ന പൂ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം മഴ അടുപ്പിച്ച് 2 മഴ പെയ്തപ്പോൾ പിന്നെ ഒറ്റ കണിക്കൊന്ന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കണിക്കൊന്ന കിട്ടിയ സമയത്ത് ഞങ്ങളത് സൂക്ഷിച്ച് വെക്കാനുള്ള ഞാൻ ഓൾറെഡി ടിപ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഫ്രഷ് ഫ്ലവർ എങ്ങനെയാണ് ഇരിക്കുന്നത്. കണിക്കൊന്ന ഇപ്പോൾ പൊട്ടിച്ച് വന്ന പോലെ തന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടി. അപ്പോൾ നല്ല സന്തോഷം തോന്നിയിട്ടാണ്. കാരണം ഞാൻ ഒരു കാര്യം വിജയിച്ചാലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സക്സസ് ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വെറുതെ പൊട്ടിച്ച് വെച്ചതും ഉണ്ടായിരുന്നു, ഇതേപോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചതും ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവുടയാട മഞ്ഞപ്പട്ടം വെച്ചു, അത് സെറ്റ് ചെയ്തു. തിരുവുടയാട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് ഓട്ടുരുളിയിൽ അരിയും ചക്ക, കണിവെള്ളരി, നാളികേരം, നമുക്ക് വീട്ടിൽ കിട്ടുന്ന എന്ത് സാധനങ്ങളും വെക്കാം കേട്ടോ. അപ്പോൾ പഴം ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നാളികേരം, പഴം, മാങ്ങ, അങ്ങനെ കുറച്ചധികം സാധനങ്ങളായിരുന്നു. പുരിയക്കായ, ക്യാരറ്റ്, ബീട്രൂട്ട്, മാതള നാരങ്ങ ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കിട്ടുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്ന നമുക്ക് വെക്കാം. എല്ലാ കാര്യങ്ങളും അവിടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം എടുത്ത് ഞാൻ കണിയൊരുക്കി. പിന്നെ കണിക്കൊന്നപ്പൂ വെച്ചു. ഭയങ്കര സ്ഥലക്കുറവായിരുന്നു അവിടെ ആ ഭാഗത്ത്. ടേബിൾ അത്ര വലിയ ടേബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ സ്ഥലത്തിന് കുറവായിരുന്നു. അപ്പോൾ അതിനിടയിൽ നെല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. നാഴിയിൽ നെല്ല് വെച്ചു, നാളികേരം പൊതിഞ്ഞ് വെച്ചു, ഗ്രന്ഥം വെച്ചിട്ടുണ്ട്, പൈസ, കോടിമുണ്ട്, നാണയം, സ്വർണം, അങ്ങനെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ വെച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് കൃഷ്ണനെയൊക്കെ മുകളിൽ വെച്ചിട്ട് ബാക്കി എല്ലാ ഐറ്റംസും കണി ഒരുക്കുന്ന സാധനങ്ങളൊക്കെ താഴെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം കൂടി അതിൽ കൊണ്ടു. പിന്നെ വാൽക്കണ്ണാടി വെച്ചു, വെള്ളം വെച്ചു, നമുക്ക് തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുവിധമെല്ലാം സെറ്റായി. ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് കണിയൊരുക്കൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വിഷു ആശംസിക്കുന്നു. താങ്ക് യു. ഹാപ്പി വിഷു.